ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ നമ്മുടെ ഒരു വെണ്ട ഉണ്ടോ. അപ്പോൾ ഞാൻ ഈ വെണ്ട ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇന്ന്. ഇതൊരു നാടൻ വെണ്ടയാണ്. അപ്പോൾ ഇതിനകത്ത് ഇത്തവണ ഞാൻ നട്ടുകൂട്ടത്തിൽ കുറച്ച് നാടൻ വെണ്ടയുടെ വിത്ത് നമുക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് നട്ടപ്പോൾ ഈ വെണ്ട എല്ലാ വെണ്ടയെ അപേക്ഷിച്ച് നല്ല പെട്ടെന്ന് വളരുകയും പിന്നെ ഒരുപാട് ശാഖകൾ ഉണ്ടാവുകയും ഇതിനകത്ത് ഒരുപാട് വെണ്ടയ്ക്ക പിടിക്കുകയും ചെയ്തേ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ആ വെണ്ടയ്ക്ക മുഴുവൻ എടുത്തില്ല, കുറച്ചൊക്കെ നമ്മൾ വീട്ടിൽ ആവശ്യത്തിനെടുത്ത് ബാക്കി ഞാൻ വിത്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് നിർത്തിയിരുന്നതാണ് കണ്ടോ. അപ്പോൾ ഒരു വെണ്ടയുടെ ഒരു ഭംഗി നോക്കിക്കേ, നല്ല രീതിയിൽ വെണ്ടയ്ക്ക പിടിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ചെടിയാണിത്, വെണ്ടയുടെ ഒരു ചെടിയാണ് ഈ കാണുന്നത്. അതിനകത്ത് ഒരു ചെടിയിൽ എത്ര ശിഖരങ്ങളാണെന്ന് നോക്കിയേ, ഈ ഓരോ ശിഖരങ്ങളിലും വെണ്ടയ്ക്ക പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഈ വെണ്ട നല്ല ടേസ്റ്റ് ഉള്ളതായിട്ടും തോന്നി, അതേപോലെ നല്ല മാംസമുള്ള വെണ്ടയ്ക്കായിട്ടും തോന്നി കേട്ടോ. നമ്മുടെ ആനക്കൊമ്പൻ്റെ ആ ഒരു രീതിയൊന്നും അല്ല കേട്ടോ. നമ്മുടെ നാടൻ വെണ്ട സാധാ നമ്മൾ ഉപയോഗിക്കുന്ന പച്ച വെണ്ട ഉണ്ടല്ലോ, അതിനേക്കാളും കുറച്ചുകൂടെ ഒരു വലിപ്പവും ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്, വലിയ വഴുവഴുപ്പൊന്നുമില്ല, നല്ല വെണ്ടയ്ക്കയാണ്, നല്ല ടേസ്റ്റുള്ള വെണ്ടയ്ക്കയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ നാടൻ വിത്തുകൾ ഇങ്ങനെ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വിത്തെടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ തത്തയുടെ ശല്യം ഇവിടെ നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു വെണ്ടയ്ക്ക കണ്ടോ, നല്ല വലിപ്പമൊക്കെ ഉണ്ട്, നല്ല വെണ്ടയ്ക്കയാണ് കണ്ടോ. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പം കാണാൻ പറ്റുന്ന നല്ല വെണ്ടയ്ക്കയാണിത്. അപ്പോൾ ഒരു 5-6 വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ നമുക്കൊരു മെഴുക്ക് വരട്ടിക്ക് എടുക്കാം. അപ്പോൾ ആ പിഞ്ച് വെണ്ടയാണ്, ഇത്രയും കനം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒടിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അറിയാമല്ലോ, വെണ്ട അധികം മൂത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒടിഞ്ഞ് വരും. അപ്പോൾ എൻ്റെ പൊക്കത്തിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വെണ്ടയ്ക്കകത്ത് തന്നെ 1 കിലോ വെണ്ടയ്ക്കയോളം ഇപ്പോൾ നിപ്പുണ്ട്. നമ്മൾ കുറച്ചൊക്കെ ആദ്യമേ പിടിച്ചൊക്കെ നമ്മൾ എടുത്തതായിരുന്നു. പിന്നെ ഏതാണ്ട് ഇതേപോലെ തന്നെ നിറഞ്ഞിങ്ങനെ കായ്ച്ച് നിൽക്കുകയാണ്. നിറഞ്ഞ് ഇങ്ങനെ കായ്ച്ച് നിൽക്കുകയെന്ന് പറഞ്ഞാൽ സത്യത്തിൽ നിറഞ്ഞ് തന്നെ കായ്ച്ച് നിൽക്കുകയാണ്. അത് നോക്കിയേ. അപ്പം ഈ 1-2 വെണ്ടയ്ക്കകത്തേ ഉള്ളൂ അത്രയ്ക്ക് പിടിക്കാത്തത്, ബാക്കിയെല്ലാം നല്ല രീതിയിൽ തന്നെ വെണ്ടയ്ക്ക പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ചില കീടങ്ങളുടെ ആക്രമണമൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് മുരടിപ്പൊക്കെ ഉണ്ട് ചില വെണ്ടയ്ക്ക്. അല്ലാതെ നല്ല പ്രതിരോധശേഷിയുള്ള ഒരു ഇനം വെണ്ടയാണ്. ഇതിൻ്റെ പേരും ഒന്നും എനിക്കറിയത്തില്ല കേട്ടോ, ഇതിനെന്തെങ്കിലും പ്രത്യേകിച്ച് പേരുണ്ടോയെന്നൊന്നും അറിയത്തില്ല. ഇതുണ്ടോ. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഞാൻ കുറച്ച് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ ഇന്ന് വൈകിട്ടാണ്, ഞാൻ ജോലി കഴിഞ്ഞിട്ടൊക്കെ വന്ന സമയമാണ്. അപ്പോൾ ഇതെടുത്ത് കുറച്ച് നമുക്ക് മെഴുക്ക് വരട്ടാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്തതാണ് കണ്ടോ. നല്ല മാംസമുള്ള നല്ല വെണ്ടയ്ക്കയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കറിക്കുള്ളത് നമുക്കായിട്ടുണ്ട്. നമ്മളെല്ലാ തവണ കൃഷി ചെയ്യുന്ന പോലെ തന്നെ മണ്ണ് ട്രീറ്റ് ചെയ്ത് കുമ്മായമൊക്കെ ഇട്ട് നന്നായിട്ട് മണ്ണ് ട്രീറ്റ് ചെയ്ത ശേഷമാണ് നമ്മൾ വേപ്പും പിണ്ണാക്ക്, എല്ലുപൊടി, ചാണകപ്പൊടിയൊക്കെ ചേർത്തിട്ട് നമ്മൾ സാധാരണ പോലെ തന്നെ ഈ വെണ്ട നട്ടിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് എല്ലാ കൃഷി രീതികളൊക്കെ ഏകദേശം ഒന്ന് തന്നെയാണ് നമ്മളിവിടെ കൃഷി ചെയ്യുന്നത്. കണ്ടോ. താങ്ക് യു.